ഞാൻ എങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. കുറച്ച് ജീരകം, കുറച്ച് കുരുമുളക്, പിന്നെ 2 തക്കാളി അത് കഷ്ണങ്ങളാക്കിയിട്ട് ഇടണം. അതിന് മുമ്പ് വെളുത്തുള്ളി കേട്ടോ. അത് ഈ വെളുത്തുള്ളിയാണ് ഇട്ടത്, അതിന് ശേഷം കേട്ടോ തക്കാളി. തക്കാളി ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മുടെ LG പെരുങ്കായം, ഞാൻ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. കായമാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ടിടുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ നമ്മുടെ പുളി, വാളൻപുളി ഇല്ലേ, അത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ. അതിൽ പുളിങ്കുരു ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിയേക്കുക, അതങ്ങനെ തന്നെ ഇടുക. അതിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചോളൂ കേട്ടോ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുത്ത് കഴിഞ്ഞ ശേഷം ഒരു ചീഞ്ചട്ടി വെക്കുക. നമ്മൾ ഏതാണ് കുക്കിംഗ് ഓയിൽ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ എണ്ണ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. പിന്നെ അതിന് ശേഷം കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഉലുവ ഇടുക, പിന്നെ കറിവേപ്പില ഇടുക, പിന്നെ ഈ അരച്ച് വെച്ചാൽ ഒഴിക്കുക അതിനകത്തോട്ട്. പിന്നെ ആവശ്യത്തിന് കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ, കുറച്ച് നല്ല തിക്കായിട്ട് ഇരിക്കും അത്. ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇനിയും ഉപ്പൊക്കെ നോക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയൊക്കെ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ രസം.